നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭാരതീയരുടെ വേദം. അതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ പല വകഭേദങ്ങളുണ്ട്. ദേവപ്രശ്നമായും താമ്പൂല പ്രശ്നമായും കവടി നിരത്തലായും ഒക്കെയുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചൈനീസ് വാസ്തുശാസ്ത്രം നോക്കുന്നു, പക്ഷിശാസ്ത്രം നോക്കുന്നു, ഹസ്തരേഖ നോക്കുന്നു, നാഡീ ജ്യോതിഷം നോക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? ഇത് സത്യമാണോ, ശാസ്ത്രമാണോ, അതോ മനസ്സിന്റെ വിശ്വാസം മാത്രമാണോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈസ്റ്റേൺ സെൽഫിയിൽ വിശ്വാസമാണോ എല്ലാം? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ ഗിരീഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്; ചിത്ര ഹാൻസൻ, ചൈനീസ് വാസ്തു വിദഗ്ധ; മുഹമ്മദ് ഖാൻ, യുക്തിവാദി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്; ജ്യോതിഷ പണ്ഡിതൻ ബാബു നായർ പാല; എഴുത്തുകാരൻ ഏറ്റുമാനൂർ ശിവകുമാർ; പക്ഷി ജ്യോതിഷി ശക്തിവേൽ; അഗസ്ത്യനാഡി ജ്യോതിഷൻ സുന്ദർ; തെയ്യം കലാകാരൻ മുരളീധരൻ; ജ്യോതിഷവും ഹസ്തരേഖയും കൈകാര്യം ചെയ്യുന്ന ശാന്ത വിജയൻ; ജ്യോതിഷ പണ്ഡിത ധനലക്ഷ്മി; റാഷണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറി ലാൽ സലാം; സംസ്കൃത കോളേജിലെ അധ്യാപകനും ജ്യോതിഷിയുമായ ഡോക്ടർ EN ഈശ്വരൻ. വിശ്വാസത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അതിൽ ജ്യോതിഷവും ജ്യോതിഷശാസ്ത്രവും വിശ്വാസവും വിശ്വാസമില്ലായ്മയും എല്ലാം ചർച്ച ചെയ്യാൻ ഒരുപാട് അതിഥികളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. നമുക്ക് ആദ്യം പക്ഷിശാസ്ത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വണക്കங்க. உங்க பேரு? சக்திவேல். எந்த ஊரு? சேலம். எனக்கு ஒரு கார்டு எடுத்து கொடுப்பீங்களா? கொடுக்குறேன். எடுக்க சொல்லுங்க. என்னோட இதெல்லாம் சொல்லணும். உங்க பேர் சொல்லுங்க. என் பேர் பாக்யலட்சுமி. பாக்யலட்சுமி எடுத்து கொடுப்பா. சூட்டானிக்கிற தேவி. சூட்டானிக்கிற தேவி. ஓகே ஓகே. சூட்டானிக்கிற தேவி வந்ததுனால உங்களுக்கு எல்லா காரியத்திலுமே நல்ல விஜயம் உண்டாகி வருது. கொச்சுங்கள், குட்டிகள், குடும்பம், ஐஸ்வர்யங்கள், சமாதானங்கள். குழந்தை பிறக்குமா எனக்கு? ஐயோ ஆண்டவா, நல்ல கேள்வி. எனக்கு மக்கள் இல்ல. அப்படியா? கிடைக்கலாம். சரஸ்வதி எங்க போனாலும் முதல்ல பாருங்க. சரஸ்வதி தேவி வந்திருக்குமா? சரஸ்வதி தேவி வந்திருக்கு. சர்வ சக்தி உள்ள சரஸ்வதி தேவி. ரொம்ப சந்தோஷிக்கலாம். உங்க ஜீவிதத்தில் அவ்வளவு ஒன்றும் குழப்பம் வராது. இவ்வளோ வயசுல எனக்கு கல்யாணம் ஆகலைங்க. ரொம்ப வருத்தமா இருக்கு. சில கெடுதலான டைம் இருந்திருக்குமா, அதெல்லாம் முடிஞ்சாச்சு. கல்யாணம் ஆகலையா? அது முடிஞ்சாச்சு. நல்லா இருக்கு. இனிமே நடக்கும். இதெல்லாம் சொல்ல முடியாது. திருமணத்தை பற்றி கேட்காதீங்க. உங்களுக்கு வேற ஒரு சக்தி ஒன்று இருக்கு உங்கள்கிட்ட. அப்படியா? வேற ஒரு சக்தி ஒன்று இருக்கு. அது என்ன சக்தி? தெய்வ சக்தி தான். எல்லாம் எங்கே போனாலும் எதுலேயும் நல்ல ஒரு தனி மரியாதை இருக்குது, மதிப்பு இருக்குது, பேர் புகழ் கிடைக்குது. எல்லாத்துலேயுமே நல்ல டேலண்ட் உள்ளவங்களாக இருக்கீங்க. நல்ல மதிப்புள்ள ஒரு பெண். விநாயகர் துணை இருக்கிறார். அப்போ ரொம்ப சந்தோஷம். நல்லதா சொன்னீங்க. எந்த குறையும் இருக்காது உங்கள் வாழ்க்கையில். பயப்பட வேண்டாம். சரி சரி சரி. நமஸ்காரம். சரிம்மா. ബാബു സാർ. ஐயா സാറ് ഈ ശാസ്ത്രം നോക്കിയാണോ അതോ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ശാസ്ത്രമാണ് ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള പ്രാധാന്യം? ശാസ്ത്രമാണ്. അയ്യാ, ഇതെല്ലാം ശാസ്ത്രമാണ്. അങ്ങനെ അല്ല, ജ്യോതിഷം ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുക, എല്ലാം ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ സർ, ഇപ്പോ പക്ഷിശാസ്ത്രം എന്ന് പറയുന്നത് അത് എന്ത് ശാസ്ത്രം? ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഫെങ് ഷൂയി എന്ന് പറയുന്ന ഒരു ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ചൈനയിലാണല്ലോ, എന്തുകൊണ്ട് ഇന്ത്യയിലല്ലത്, കേരളത്തിലുമല്ല പ്രത്യേകിച്ച്. വിശ്വസിക്കുന്നില്ല. എന്നാൽ കൈരേഖാശാസ്ത്രം വിശ്വസിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട്. അത് കുറെ കഴിയുമ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ടത് മാറ്റം വരും. മഷിനോട്ടം വിശ്വസിക്കുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ്. ഇല്ല. മന്ത്രവാദം? നോട്ട്. ഇല്ല. നെവർ ഇൻ മൈ ലൈഫ്. ഇപ്പൊ നമ്മുടെ കൂടെ തെയ്യത്തിൽ കൂടി പ്രഡിക്റ്റ് ചെയ്യുന്ന ഇദ്ദേഹവും വന്നിട്ടുണ്ട്, മുരളീധരൻ. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തെയ്യം മീൻസ് ഒരു കൾച്ചറൽ സാധനമല്ലേ, അതുമായിട്ട് ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധമില്ല.
എങ്കിലും അവര് അല്ല, ഇന്ത്യൻ അസ്ട്രോളജി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ബേസിക്കലി നമുക്കൊരു സാധനമുണ്ട്. അതിൽ മാത്രമേ സാർ അല്ല ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയല്ല അതിൻ്റെ ഒരു എന്താ പറഞ്ഞൊരു കൺസെപ്റ്റോട് ഞാൻ പറയാം. ഇന്ത്യൻ അസ്ട്രോളജി എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക്കൽ ബേസ്. ഇതുമായിട്ട് നമുക്ക് ജീവിതമായിട്ട് എത്രമാത്രം ബന്ധപ്പെടും എന്നുള്ളത് നമ്മുടെ ജനസമയമായിട്ട് ബന്ധപ്പെട്ട സാധനം മാത്രമേ ഉള്ളൂ. എന്താ കാര്യങ്ങളും വിമർശിക്കാതിരിക്കാം. വിമർശിക്കുന്നതിൽ ശരിക്കും യഥാർത്ഥമായിട്ട് ജ്യോതിഷത്തെ പറ്റി പഠിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ വേണം വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. മനസ്സിലായി? ശാസ്ത്രീയപര ഒരു വിശകലനം മാത്രമാണ് ജ്യോതിഷം. തമ്പിം പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു വേറെ ആർക്കും ഇന്നലെ ജനിച്ചിട്ടില്ല, ഇത് ആർക്കും ഇല്ല. ബോഡി സ്മെല്ല് ആർക്കും ഇല്ല. അറിയാവോ? അങ്ങനെ പട്ടി പിടിക്കുന്നത് അല്ലേ? സെൽമിന് സ്ട്രക്ചർ ആർക്കില്ല, ബോഡി സ്ട്രക്ചർ ആർക്കും ഇല്ല. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇതാണ് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ബേസിക്കലി ഒരു സയൻസ്. ഞാൻ എല്ലാ ഒരു കാര്യത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അസ്ട്രോളജി ഈസ് എ സയൻസ്. ഇറ്റ് ഈസ് എ ബേസിക്കൽ സയൻറ്റിഫിക്കൽ കാൽക്കുലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്ലാനറ്ററി ആസ്പെക്ട്സ് ആൻഡ് കോമ്പിനേഷൻ. ഈ ഗ്രഹങ്ങളുടെയും രാശികളുടെയും ഒരു വിശകലനമാണ് ജ്യോതിഷം. അന്ധവിശ്വാസത്തിൽ ഒരിക്കലും ഞാൻ കടന്നു പോകാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. തിരിച്ചു വരാം. ഓക്കെ. ചിത്ര, ഇപ്പൊ സാറ് പറഞ്ഞതിന് ചിത്രയ്ക്ക് സത്യത്തിൽ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണത്. അതായത് നമ്മൾ ഭാരതത്തിൽ, നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മളുടെ ക്ലൈമറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ശാസ്ത്രമാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. അതെങ്ങനെ ഭാരതവുമായി നമ്മൾ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒന്നാണ് നമ്മുടെ വാസ്തു. അതുപോലെ തന്നെ ചൈനയിൽ ഉത്ഭവിച്ച ഒരു ശാസ്ത്രമാണ് ഫെങ് ഷുയി എന്ന് കരുതി അത് ചൈനീസ് മണ്ണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നതിനർത്ഥമില്ല. നമ്മളെപ്പോഴും ഭാരതം എന്ന് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ലോകം എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. അപ്പോൾ ചൈനീസ് അവിടെ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എല്ലായിടത്തും കാണുന്ന, ഭൂമിക്ക് ചുറ്റും കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡും ഭൂമിയിൽ എല്ലായിടത്തും ഉള്ള പഞ്ചഭൂതങ്ങളുടെയും ബേസിൽ തന്നെയാണ്. അത് ഭാരതത്തിലുമുണ്ട്, ചൈനയിലും ഉണ്ട്, റഷ്യയിലും ഉണ്ട്, UAE-ലും ഉണ്ട്, UK-യിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. അപ്പോൾ ഈ ചൈനീസ് വാസ്തു എന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പറയുന്ന ഒരു സ്ലാങ് ആണത്. ആക്ച്വലി ഫെങ് ഷുയി എന്നാണ് അത് പറയുന്നത്. ആ ഫെങ് ഷുയി എന്ന് അത് അവിടെ ഡിറൈവ് ചെയ്തു എന്നേ ഉള്ളൂ. അത് ലോകത്തെ എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ്. അതിന് ഭാരതത്തിൽ വർക്ക് ചെയ്യില്ല എന്നോ. പക്ഷെ അതൊരു പെട്ടെന്നൊരു ഇടക്കാലത്ത് വന്നൊരു സംസ്കാരമല്ലേ നമ്മുടെ ഇടയില്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ഫെങ് ഷുയി പഠിച്ചത് മലേഷ്യയിൽ നിന്നാണ്. മലേഷ്യയിൽ ഒരു 5 പ്രാവശ്യത്തോളം പോയി ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു മാസ്റ്റർ കൺസൾട്ടൻസ് ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെ അവിടെ പോയി ചെയ്തതാണ്. കഴിഞ്ഞ 13 ഇയേഴ്സായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട് ഓരോ വർഷവും. അവരതിനെ സുമനസാലെ റിസീവ് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഇടയിൽ കുറച്ച് സങ്കുചിത മനസ്സായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ അങ്ങനെ പലർക്കും പല ആറ്റിറ്റ്യൂഡായിരിക്കും. ഞാൻ തെറ്റു പറയുകയല്ല, പക്ഷെ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുമുണ്ട്. ആണോ സാർ? സങ്കുചിത മനോഭാവം കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരിക്കും ഒരു ഫെങ് ഷുയി എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ല പിക്ചർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഒരു മനസ്സിന് സന്തോഷം കിട്ടും. അത് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ബേസിക് സയൻസും ഇന്ത്യൻ അസ്ട്രോളജി അനുസരിച്ചും ഇന്ത്യൻ വാസ്തു അനുസരിച്ചും വാസ്തുശാസ്ത്രം പോലും ശരിക്കും യഥാർത്ഥമായിട്ട് അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് നമുക്കുള്ളത് ഇല്ലേ? തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരണം എന്ന് പറഞ്ഞിട്ട് കാരണം പഴയ കാലത്ത് ഫാനില്ലായിരുന്നല്ലോ. ഉണ്ടോ? ഇല്ല. കാറ്റ് വരാനുള്ള സങ്കല്പത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ബേസിക്കലി സയൻസാണ്. ഇതൊരു സാധനം വെച്ചാൽ ഇത് മാറും എന്ന് പറയുന്നതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈശ്വരൻ സാർ, താങ്കൾ ഇത് പഠിപ്പിക്കുകയാണ്, ജ്യോതിഷം അല്ലെ, പ്രൊഫസറാണ്. പഠിപ്പിക്കുന്ന ആൾ എന്ന നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും ഒന്ന് തന്നെയാണോ, അതോ ഓരോ രാജ്യം വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യാസം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ട്. കാരണം ഓരോ സ്ഥാനത്തും അവരവരുടെ ജീവിത രീതിയും അവരവരുടെ സമ്പ്രദായവും ഒക്കെ അനുസരിച്ച് ആചരിക്കുന്നതിലും അത് കൊണ്ടു നടക്കുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്ര തത്വം, അതിൻ്റെ മൂലരൂപം സമാനങ്ങളായിരിക്കും. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ ഈ പറഞ്ഞ 2 കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഈ
ചൈനീസ് കാര്യത്തെ കുറിച്ചിട്ട് എനിക്കറിയില്ല, അപ്പോൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആവില്ല. ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും നമ്മൾ ഒരു ഭാരതീയമായ ശാസ്ത്രം തന്നെയാണ്. ഈ ഭാരതീയം എന്നുള്ള ശബ്ദം ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് ശാസ്ത്രം എന്ന ശബ്ദത്തിന് തന്നെ ഒരു വ്യാഖ്യാനമുണ്ട്. അതൊരു സയൻസ് എന്ന അർത്ഥത്തിലല്ല. ശാസനേന ത്രായതേ, ശാസനം കൊണ്ട് രക്ഷപ്പെടണം, അങ്ങനെയുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അണുബോംബ് ഉണ്ടാവുന്നത് വരെ അത് ശാസ്ത്രമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് ഉപദ്രവമായി, അപ്പോൾ അത് അശാസ്ത്രമായി. ഈ ഏകദേശമായ ശാസ്ത്രം എന്ന തത്വത്തെ എടുത്തിട്ട് ജ്യോതിഷം പോലെയുള്ള ഒരു മഹാശാസ്ത്രത്തെ ഇത് അശാസ്ത്രമാണ് എന്ന് പറയുന്നതിൽ ഒരു യുക്തിയും നമ്മളെ പോലെയുള്ളവർ കാണുന്നില്ല. ഡോക്ടർ ഗിരീഷ്, ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരം വിശ്വാസങ്ങളുണ്ടോ? ഇതിനുള്ളിൽ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ എന്തിനാണ് ഇതിലേക്ക് വിശ്വസിക്കുന്നതും ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തിനാ ആൾക്കാർ ഇറങ്ങുന്നു. ബേസിക്കലി ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് അൺപ്രിഡിക്റ്റബിലിറ്റി, എന്ത് സംഭവിക്കും സംഭവിക്കില്ല എന്നുള്ള കാര്യം അറിയാതിരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കും, മറ്റൊന്ന് എന്ത് സംഭവിക്കും, ഇപ്പോൾ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, നമുക്ക് എല്ലാവർക്കും വേണ്ടത് യു ഷുഡ് ഏബിൾ ടു പ്രെഡിക്റ്റ്. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ വല്ലാത്തൊരു ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട്. ആംബിഗ്വിറ്റി എന്ന് പറയും, സംതിങ് വിച്ച് ഈസ് നോട്ട് വെരി ക്ലിയർ. അത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത. ശാന്ത മാഡം, ഇതിപ്പോ ഡോക്ടർ ഗിരീഷ് പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു വാക്കാണ്. അങ്ങനെയാണ് ഈ ഉഡായ്പകളൊക്കെ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ഉഡായ്പാണോ അതോ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണോ അതോ ബിസിനസ് ആയിട്ടാണോ? ഇപ്പൊ ഹസ്തരേഖയും ഉണ്ട് അല്ലെ, ജ്യോതിഷവും രണ്ടുമാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൊരു താല്പര്യം വരാനുള്ള കാര്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ഒരു 25 വയസ്സ് വരെയുള്ള കാലത്ത് ഞാൻ ഇതിൽ വിശ്വസിച്ചിരുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഠിച്ചത്. കാലക്രമേണ അത് എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ഞാൻ പിന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷവും ഹസ്തരേഖയും പഠിപ്പിക്കുന്ന ആളാണ്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എനിക്കത് ശരിയായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഇന്ന് വരെ ആർക്കും പറയാൻ പറ്റില്ല ഞാൻ ഇത് ഉഡായിപ്പായിട്ട് എഴുതുന്നു, ആരെങ്കിലും പറ്റിച്ചെന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധം, അതായത് പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ. ഇപ്പൊ സൂര്യൻ, ഈ കാണുന്ന സൂര്യൻ തന്നെ നമ്മളിലുള്ള സൂര്യൻ, ആ സൂര്യൻ തന്നെയാണ് നമ്മളിലെ പ്രകാശമായിട്ട് നമ്മുടെ കണ്ണുകളിൽ കൂടെ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആ സൂര്യന്റെ ചൂട് തന്നെയാണ് നമ്മളിലുള്ള ജഡരാഗ്നി, നമ്മളുടെ ദഹനം നടത്തുന്നത്. അല്ലെ നമ്മളിലുള്ള അസ്ഥി, നമ്മളിലുള്ള ശക്തമായ വ്യക്തിത്വം. ഇത് നമ്മൾ ഇപ്പോൾ ഒരു ക്ലോക്കിൽ നോക്കിയിട്ട് സമയം അറിയുന്നത് പോലെ ഇത് നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി എന്നനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ, അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഴ വരിക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷെ മഴയിൽ നമ്മൾ കുടയെടുക്കുകയോ മഴ നനയുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഈ അറിവ് ആളുകൾ കാലക്രമത്തിൽ വളരെയേറെ ചൂഷണം ചെയ്യുന്നു, എല്ലാ ശാസ്ത്രം പോലെ തന്നെ. കാരണം ഇങ്ങ് വരൂ, ഞാൻ എല്ലാം മാറ്റിത്തരാം. മാറ്റാൻ പറ്റില്ല. പ്രകൃതി നിയമങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിനൊരു നിയമമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർക്കും ഒരു ജ്യോതിഷിക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പൂർണ്ണമായിട്ട് അവരുടെ അനുഭവങ്ങളിൽ വിധിയെ മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റും. അതിനൊരു പരിധിയുണ്ട്. എന്റെ കൈ നോക്കാൻ പറ്റുമോ? കൈ നോക്കാൻ പറ്റും. എന്താ പറയണെന്ന് ഞാനത് കേൾക്കട്ടെ. വലത്തേക്കയോ ഇടത്തേക്കയോ അങ്ങനെ എന്തോ ഇല്ലേ സ്ത്രീകൾ? തീർച്ചയായും അത് അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഇടത് കൈയും പുരുഷന്മാരുടെ വലത് കൈയാണ് നോക്കുന്നത്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് ഇടത് നാഡി, അതായത് ചന്ദ്രനാഡി പ്രബലമായിട്ടുള്ളവരാണ്, വൈകാരികത കൂടുതലുള്ളവരാണ്. എല്ലാവരുമല്ല, അതിന് ഭേദവുമുണ്ട്. കാരണം പുരുഷത്വം കൂടിയ സ്ത്രീകളും സ്ത്രീത്വം കൂടിയ പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ടല്ല, അതായത് ബ്രെയിനിന്റെ വലതുവശമാണ് സ്ത്രീകളിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും സ്ട്രോങ്. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവർക്ക് ആ പവർ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. എനിക്കൊരു സംശയമുണ്ട്, ഉണ്ടല്ലോ, വൈകല്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഭിന്നലിംഗമുള്ള ആൾക്കാരുണ്ടാകും. അവരുടെ രണ്ട് കൈ നോക്കാം, നമ്മൾ ഒരു കൈ മാത്രം നോക്കാന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഈ കേട്ടതൊക്കെ ഇതിൽ ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവർ തമ്മിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓരോരുത്തരെ എടുത്ത് ചോദിച്ചാൽ, കിളിജോത്സ്യം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതിലൂടെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു അത് തെറ്റത്ത്. ഓരോരുത്തരും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുമെങ്കിലും ഒരു വാസ്തവം നിൽക്കുന്നത്, ഇതെല്ലാം മനുഷ്യ മനസ്സിൽ ഇവർക്കൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കസ്റ്റമേഴ്സ് ഉള്ളതാണ്
ഈ ബിസിനസ്സൊക്കെ നിൽക്കാൻ കാരണം? അതിനും കാരണമുണ്ട്. മനുഷ്യ പരിണാമത്തിൽ മനുഷ്യന്റെ മസ്തിഷ്കം രൂപപ്പെട്ടു വന്ന വഴിയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അനുകൂല സാഹചര്യം ഉണ്ട് എന്നാണ് സയന്റിഫിക്കൽ തിയറി. ഓൾപ്പത്ത് പറയുന്നുണ്ട് കാസ് ആൻഡ് എഫക്റ്റ്. നമ്മൾ ടൂൾസ് ആദ്യം ഉണ്ടാക്കി. ഒരു ടൂൾസ് ഉണ്ടാക്കുമ്പോൾ അതെന്തിനാണെന്ന് നമുക്ക് അറിയില്ല. ഒരു കാസ് ആൻഡ് എഫക്റ്റ് വന്നു. ആ കാസ് ആൻഡ് എഫക്റ്റ് വെച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും കാസ് ആൻഡ് എഫക്റ്റ് ആരോപിച്ചു. ഹാഡ് എന്ന് പറയും, ഹൈപ്പർ ആക്റ്റീവ് ഡിറ്റക്റ്റീവ് ഡിവൈസ്. ഇത് മനുഷ്യനുണ്ട്, എല്ലാത്തിനും പിന്നിൽ കാരണം കണ്ടെത്തുക. ഇങ്ങനെ കണ്ടെത്തി പോകുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പറയാവുന്ന ഏത് ഉപാധിയാണ് ആയാലും വിശ്വസിക്കാനുള്ള ഒരു ത്വര മനുഷ്യ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിശ്വസിക്കുന്നവർക്ക് ശരിയാണ്. ഇപ്പം ഒരു ജ്യോത്സ്യൻ പ്രവചിക്കുന്നു, കൈരളി തിയേറ്ററിന്റെ മോളിൽ ജനുവരി 23 5:15 മഴ പെയ്യുമെന്ന് ഒരു ജ്യോത്സ്യനും പ്രവചിക്കാൻ സാധ്യമേ അല്ല. പൊളിയും. വളരെ ഗംഭീരമായിട്ടുള്ള സയൻസ് എന്ന് പറയുന്ന മീറ്റീരിയോളജിസ്റ്റ് വിചാരിച്ചാൽ ഇത് പ്രവചിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരു പോയിന്റ് ഇതിനകത്തുള്ളത്, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായി. ഒറ്റ കൺഫ്യൂഷൻ, മെറ്റീരിയോളജിസ്റ്റിന്റെ കാര്യവും ജ്യോതിഷന്റെ പ്രവചനം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നു. മെറ്റീരിയോളജി എന്ന് പറഞ്ഞൊരു സയന്റിഫിക് ഡിസിപ്ലിൻ നിലയ്ക്ക് നമുക്ക് സയൻസിൽ എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസും ഇൻട്രേനിയസ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് കുറേ വേരിയബിൾസ് ഉണ്ട്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് എല്ലാ സയൻസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ആ വേരിയബിൾസിനെ എപ്പോഴും ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അതാണ് സയൻസ്. സയൻസിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് സയൻസിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ പറയുന്നത് ഇതല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ്, control and prediction. Prediction and control are fruits of science, and the very essence of science is understanding. ഈ അണ്ടർസ്റ്റാൻഡിംഗിലാണ് സയൻസിന്റെ പ്രാമുഖ്യം. അസംഷൻ അല്ല, ധാരണകളല്ല. ഈ പറയപ്പെടുന്ന സ്യൂഡോ സയൻസ് ഒക്കെ ധാരണകളെ ആസ്പദമാക്കി പോകുന്നു. പ്രിസംഷൻസ് ആണ്. സയൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ വ്യത്യാസം ഉൾക്കൊള്ളാനുള്ള ഒരു ദൈക്ഷണികമായ ഉൾക്കാഴ്ച ദയവായുള്ള എല്ലാവർക്കും ഉണ്ടാവണം. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ജ്യോതിഷി എന്ന നിലയിൽ എങ്ങനെയാണ് അമ്മ വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ, പ്രപഞ്ച ശക്തികൾക്ക് മനുഷ്യനിലുള്ള ഇൻഫ്ലുവൻസ് അതിപുരാതന കാലം മുതലേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് വലിയ ശാസ്ത്രമൊന്നും PhD ഒന്നും എടുക്കണ്ട. കാരണം ഒരു മെന്റൽ പേഴ്സൺ അയാൾക്ക് വാവെടുക്കുമ്പോഴത്തേക്ക് മെന്റൽ തകരാറ് കൂടും. മൃഗങ്ങൾ മേറ്റിംഗ് ടെൻഡൻസി കാണിക്കും, ഇണയെ തേടും. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? ഏതോ സംതിങ് ഇൻഫ്ലുവൻസ്. ആ സംതിങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ചന്ദ്രനെ ബേസ് ചെയ്തുള്ള വേലിയേറ്റം, വേലിയിറക്കം, ഇങ്ങനെയുള്ള ആ ഒരു ഹൈ ടൈഡും നോ ടൈഡും വരുന്നില്ല. ആ ഇത് വരുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ മനുഷ്യ മനസ്സിനും ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകാറുണ്ട്. എനിക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് 15 വർഷം ഊളംപാറയിലായിരുന്നു. 2 30 വർഷമായി ഈ മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ക്വാളിഫിക്കേഷൻസ് ഇപ്പം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് 30 വർഷമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ ലൂണാർ അല്ലെങ്കിൽ ലൂണസി എന്നൊരു വാക്ക് പണ്ടുണ്ടായിരുന്നു, മാനസിക രോഗം. പക്ഷേ കാലക്രമത്തിൽ അത് തെളിഞ്ഞു ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ആ വാക്കേ ലാൽസലാം എന്നാണ് പേര്. ഞാൻ അങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നു. ലാൽസലാം. ശാസ്ത്രം ഇത്രയും പുരോഗമിക്കുന്നതിന് മുൻപുള്ള പ്രാകൃത കാലത്തുണ്ടായ ഒരു തട്ടിപ്പ് ആണ് ഈ ജോത്സ്യം. இப்போ அவர் முதல்ல ஒரு வார்த்தை சொன்னாரு, அதாவது நீங்க ட்ரைனிங் கொடுத்து தான் இதை நீங்க கார்டு எடுக்க வைக்கிறீங்க அப்படின்னு சொன்னாரு. நிஜமா? அது நீங்க ட்ரைனிங் கொடுக்குறீங்க, குழந்தைகளுக்கு சொல்லி கொடுப்பது போல நாம சொல்லி சீட் எடுக்க சொல்வோம். அதுல இருந்து பழகிறது. அப்ப இத்தனாவது சீட்டு போதும் அப்படின்னு நீங்க ஏதாவது சிக்னல் காமிப்பீங்களா? சிக்னல்லாம் கிடையாது, அதெல்லாம் அவர் நம்பிக்கை, வேண்டாத ஒரு நம்பிக்கை. இப்போ இங்க உட்கார்ந்து இருக்கிற எல்லாருமே இது படிச்சு, அதாவது புஸ்தகம் வழியா படிச்சு அதை பத்தி ஆதிகாரிகமா பேசிட்டு இருக்காங்க. ஆனா நீங்க இது எதுவுமே இல்லாம தான் இது பண்ணிட்டு இருக்கீங்க இல்லையா? அப்ப உங்களோட மெத்தட் என்ன? ஆக்சுவலி இதுல தெய்வ படம் இருக்கு, அதை மட்டும் வச்சு, கடவுளை மட்டும் வச்சு பேசிட்டு நம்பிக்கை. നമ്പിക്കൈ, അദ്ദേഹം പറഞ്ഞത് അതാണ്, വിശ്വാസമാണ്. എന്താണ് സാറിന്റെ ഒരു ഇത് ശാസ്ത്രമാണോ വിശ്വാസമാണോ? ജ്യോതിഷ ശാസ്ത്രമാണ്. ശാസ്ത്രമാണ്. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജ്യോതിഷന്മാരെടുത്ത് പോകുന്നത്.
അസുഖം വരുന്നത് കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ വിശ്വാസം ഉള്ളവരെ ജ്യോതിഷം ഉണ്ടാവും. ശാസ്ത്രത്തെയും നമ്മൾ വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? ശാസ്ത്രം എന്നുള്ളത് പല ശാസ്ത്രങ്ങളുണ്ട്. വിജ്ഞാനം ശാസ്ത്രമാണ്, ഗണിതം ശാസ്ത്രമാണ്, ജ്യോതിഷവും ശാസ്ത്രമാണ്. നമ്മൾ ഏടെടുത്താൽ നമുക്ക് നമ്മുടെ പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് എല്ലാം അറിയാൻ പറ്റും. അതിൽ എല്ലാം അറിയാൻ പറ്റും. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ അസുഖങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റും. അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ നേരത്തെ എന്തൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം അറിയാം. അസുഖങ്ങൾ എന്താണോ വരാൻ പോകുന്നത്, അതിനെന്താണ് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗിരീഷ് സാർ, ഇപ്പോൾ നമ്മളെ കേട്ടിടത്തോളം ഇന്നും ഈ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. അത് വിശ്വാസം കൊണ്ടാണോ അന്ധവിശ്വാസം കൊണ്ടോ? ഈ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് അത്? ഇല്ല, ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണത വളരെ കൂടുകയാണ്. അതിന്റെ ഫലമായി തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും വളരെ കൂടുകയാണ്. ആർക്കും പരസ്പരം വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ജീവിത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൂടി വരുന്നു. അപ്പോൾ നമുക്കൊരു സെർട്ടനിറ്റി, ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ, എന്താവും എന്താവില്ല എന്നറിയാനുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ ജനങ്ങൾക്ക് പൊതുവെ കൂടുന്നു. ആ കൂടുന്ന ഉത്കണ്ഠയെ കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിനെ മുതലാക്കുവാൻ വേണ്ടിയുള്ള ഒരു കോർപ്പറേറ്റ് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നതിന് ഒരു വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ഭംഗിയായിട്ട് ഇന്ന് ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ഇത് കൂടുന്നു. ബാബു സാർ, ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുന്നു. പരിഹാരം ജ്യോതിഷമായിട്ട് ബന്ധമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, സയൻസ്. അപ്പൊ സാറ് ദേവപ്രശ്നം നടത്താറുണ്ടോ? ദേവപ്രശ്നം ഒന്നും പോകാറില്ല. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവന്റെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ദേവൻ എന്നാ പ്രശ്നം? ദേവൻ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് വന്ന് പറയാണ്, സാർ എനിക്ക് കുറെ നാളുകളായിട്ട് എനിക്കിപ്പോ പണിയൊന്നുമില്ല, പണ്ടത്തെ മാതിരി ഞാൻ ബിസി ഒന്നുമല്ല, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരും. പരിഹാരം പറഞ്ഞു തരണമെങ്കിൽ ശരിക്കും അത് എന്ന് പറയുന്നത് ജനസമയം നമുക്ക് വേണം, ഗ്രഹതല വേണം. പരിഹാരം ഒന്നും പറയത്തില്ല. പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ നമുക്ക് നല്ലതാണ്. പരിഹാരം എന്ന് പറഞ്ഞൊരു വലിയ പരിഹാരം പിന്നീട് കടന്നു വന്നത്. പരിഹാരം എൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പരിഹാരമല്ലേ? അതെ, പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥന പരിഹാരമല്ലേ? അതെ, അത് പ്രാർത്ഥിക്കാം. പരിഹാര പൂജ ചെയ്യുന്നതിനെ പറ്റി ഞാനീ പറഞ്ഞത്. അതെ, ശരിക്കും നമുക്ക് യഥാർത്ഥമായിട്ട് പരിഹാര ക്രിയകളിൽ സാർ വിശ്വസിക്കുന്നില്ല. തട്ടിപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തട്ടിപ്പെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ ബിസിനസ് അല്ലേ, നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റിയല്ലോ. അല്ല, മേഡം പറയൂ, ശാന്ത മേഡം പറയൂ. പരിഹാരം ചെയ്യാന്ന് പറയുന്നത് പറഞ്ഞതാണ് അതിന്റെ ശരി. ജ്യോതിഷത്തിന്റെ ഭാഗമേ അല്ല പരിഹാരം എന്ന് പറഞ്ഞ. പരിഹാരങ്ങളൊക്കെ താന്ത്രികമാണ്. ഇപ്പം ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ആ ഏത് സമയത്താണ് ജോലി കിട്ടാൻ സാധ്യത ഉള്ളത്, ഏത് മേഖലയിലുള്ള ജോലിയായിരിക്കും അവർക്ക് നല്ലത്, അതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് പ്രാർത്ഥന അവർക്ക് കൂടുതൽ സഹായകരമായിരിക്കും. ജ്യോതിഷത്തിന്റെ ആവശ്യമുണ്ടോ? അവരെ ഗൈഡ് ചെയ്യാൻ ജ്യോതിഷത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഒരു നിർബന്ധമില്ല. അതുപോലെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു ജ്യോതിഷത്തിന്റെ സാധനം. ഒരു വ്യക്തിയുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞ വേറെ കാര്യം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാത്രി ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്നു, നമ്മുടെ ഒരു ലൈറ്റ് ഇല്ല, വെളിച്ചമില്ല. ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ ലൈറ്റാണ് പരിഹാരം. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ഒരു വ്യവസ്ഥയിലും എത്തില്ല എന്ന് അതിന്റെ അർത്ഥം. അതായത് പരിഹാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വ്യർത്ഥമായി പോകും. പരിഹാരമില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു സമൂഹത്തിനെ അതിന് വേണ്ട നിലയിൽ അതിന്റെ ഏറ്റവും നല്ല, അതിന്റെ സുഗമമായ നിലയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് സകല ശാസ്ത്രങ്ങളും പ്രവർത്തിക്കേണ്ടത്. ഏൻഷ്യന്റ് ആയാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല. അപ്പൊ അതിനാവശ്യമായിട്ട് മനുഷ്യന് ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പരിഹാരങ്ങളാണ്. ഒരാളുടെ നിഗമനം തെറ്റാണ്, ഇയാളുടെ ജ്യോതിഷ സംബന്ധമായ ഇദ്ദേഹത്തിന്റെ തെറ്റാണ്, ബാക്കി മുഴുവൻ പേരും പറയാണ്. നാടി ജ്യോത്സ്യം തെറ്റാണെന്ന് ബാക്കി എല്ലാവരും പറയാണ്. മുപ്പതാമത്തെ വയസ്സില് പിന്നെ മരണപ്പെടുന്നു, അപകടത്തിൽ മരണപ്പെടുമെന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം 28ാമത്തെ വയസ്സായപ്പോൾ ആത്മഹത്യ ചെയ്തു. എത്ര കുടുംബങ്ങൾ, എത്ര ജീവിതങ്ങൾ തലമുറ, എത്ര തലമുറകൾ നശിപ്പിച്ചവരാണ് ഇവര്. ഈ ക്രിമിനൽ പശ്ചാത്തലം ഇവർക്കുണ്ട്, ഇത്ര പല ജ്യോത്സ്യന്മാർക്കുണ്ട്. ജ്യോത്സ്യത്തെ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം അമ്മയുടെ ശവശരീരം മാന്തി എടുത്ത് വീണ്ടും അടക്കം ചെയ്ത ആളുണ്ട്. ജ്യോത്സ്യത്തെ വിശ്വസിച്ച് കുട്ടിയെ നിലത്തടിച്ച് കൊന്ന ജ്യോതിഷം, ഇതൊക്കെ മനുഷ്യവിരുദ്ധമായ അത് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കള്ളന്മാർ അവർ തന്നെ പറയുന്നുണ്ട്. എല്ലാം കള്ളന്മാരാണ്. അതായത്
അശാസ്ത്രീയമായ ഒരു വിഷയത്തെ ഞങ്ങൾ നല്ലവര് ബാക്കിയുള്ളവർ മോശമെന്ന് പറയുന്നത് അത് ശരിയല്ല. ഇത് അശാസ്ത്രീയമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞങ്ങൾ നല്ല ആളുകളാണ്, ബാക്കിയുള്ളവർ മോശം എന്ന് പറയുന്നത് ഇതൊരുപാട് ഒളിച്ചോടല്ല. ഇപ്പൊ ബാബു സാറിനെ സംബന്ധിച്ചപ്പോ ഒരു 10 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് ബാബു സാറിന്റെ അടുത്തേക്ക് വളരെയധികം പ്രശ്നമുള്ള പല രീതിയിലുള്ള മാനസികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും പ്രശ്നമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ സാർ എന്തായിരിക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? പരിഹാരം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിൽ അറിയാമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കഴിക്കണം. അപ്പൊ സാർ അത് അങ്ങോട്ട് വിടും? അങ്ങനെ തന്നെ പറ്റുള്ളൂ, അല്ലാതെ യാതൊരു കാര്യമില്ല. മെഡിക്കൽ ആയിട്ട് 10 വയസ്സിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരിക്കലും മെന്റൽ സ്ഥാനം ഉണ്ടാകില്ല. അല്ലാതെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? അതുപോലെ ഒരു കുട്ടി താങ്കളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? അയാളുടെ ജാതകമോ പ്രശ്നമോ 2 തലത്തിലും നോക്കണം. അതിനുള്ള പരിഹാരം എന്താന്ന് ചോദിച്ചാൽ പരിഹാരത്തിന് ക്രമമുണ്ട്. 1 ജപം, ഹോമം, അർച്ചനം, തർപ്പണം, മന്ത്രം, ഔഷധം, ഇങ്ങനെ പല ക്രമമുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ചില രോഗങ്ങള് പ്രാർത്ഥന കൊണ്ടും ഇതൊക്കെ കൊണ്ട് പോകും, പരിഹാരം കൊണ്ട്. ചിലത് ഹോമം ചെയ്യണം, ചിലത് ഔഷധം ചെയ്യണം. അതിന് യോഗത്തില് നമ്മൾ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹഗോചരം എന്ന് പറയും. ആ ഗ്രഹഗോചരത്തിൽ തന്നെയുണ്ട്. അപ്പൊ ചിലതിന് ഔഷധം കൂടിയേ പറ്റൂ എന്ന് പറയും. അപ്പൊ എന്ത് വേണം? അവർക്ക് ഔഷധവും കൂടി നിശ്ചയിക്കണം, അല്ലാത്തവർക്ക് പരിഹാരം നിശ്ചയിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അടന യോഗം എന്ന് പറഞ്ഞിട്ട് ഒരു യോഗം ഇതിലുണ്ടെങ്കിൽ അയാൾക്ക് ചുറ്റി സഞ്ചരിക്കാനുള്ള യോഗമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് മനഃശാസ്ത്രപരമായിട്ട് കൂടി നമ്മൾ ഇടപെടണം. ഊഹാപോഹ പടു എന്നാണ് ജ്യോതിഷിക്ക് പ്രശ്നമാർഗകാരൻ തന്നെ പറയുന്ന പേര്. ജ്യോതിഷിനെ സംബന്ധിച്ച് മനഃശാസ്ത്രവും കൂടെ പഠിച്ചിരിക്കുന്നതാണ്. ഒരു ജ്യോതിഷി തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, വാസ്തുശാസ്ത്രം, ശില്പശാസ്ത്രം, ആയുർവേദം, ഇങ്ങനെയുള്ള സമന്വയ ശാസ്ത്രമായിട്ടാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത്. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ജ്യോതിഷിയായിട്ട് വർക്ക് ചെയ്യാൻ. അല്ലാണ്ട് 6 മാസം കൊണ്ട് ഒരു ജ്യോതിഷി സർട്ടിഫിക്കറ്റും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നതിന് ജ്യോതിഷം എന്ന് പറഞ്ഞുകൂടാ. അതിന് വ്യഭിചാര ശാസ്ത്രം എന്നാ പറയേണ്ടത്. ശരിക്കും പഠിച്ച് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ ഇതിനെ ഭാവാത്മകമായിട്ട് ഉപയോഗിക്കാനാണ് ശാസ്ത്രം. അതിനു വേണ്ടിയിട്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം. ഇപ്പൊ താങ്കൾ പറയാണ് ഒരു പ്രശ്ന പരിഹാരത്തിന് വരുന്ന ഒരാളോട് നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇത്ര ദിവസം സഹസ്രനാമാർച്ചന ചെയ്യുക, അതല്ലെങ്കിൽ ധാര ചെയ്യുക എന്ന് നിങ്ങൾ പറയുന്നു. ഇന്ന് ക്ഷേത്രങ്ങളിൽ അത് താങ്കൾ പ്രവചിക്കുന്ന, താങ്കൾ നിർദ്ദേശിച്ച രീതിയിലാണ് നടക്കുന്നത് എന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പരിഹാരത്തിൽ എന്താണ് അർത്ഥം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ജ്യോതിഷി പരിഹാരം വിധിക്കുമ്പോൾ അയാൾ കുറച്ച് യുക്തിബോധത്തോടു കൂടി പെരുമാറണം. എന്തിനും പരിഹാരം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതല്ല. പൂജയും മന്ത്രവാദവും അല്ല എല്ലാത്തിനും പരിഹാരം. അവനവൻ ശീലിക്കേണ്ട ചില ശീലങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ജപിക്കുക, പ്രാണായാമം ചെയ്യുക, ഇതൊക്കെ പരിഹാരമാണ്. ഈ ജ്യോതിഷി അവിടെ ജ്യോതിഷ പലകയിൽ ഇരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള ഒരു നിത്യകർമ്മം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലായില്ലേ? അപ്പോ പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ മന്ത്രവാദം ഇങ്ങനെ സിനിമയിൽ കാണിക്കുന്ന പരിഹാരങ്ങളല്ല പരിഹാരങ്ങൾ. പരിഹാരത്തിന് പല തലങ്ങളും ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ ജാതകം നോക്കിയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. എന്റെ ജാതകത്തില് 12 ബുധനാണ്. ഈ ജാതകം സൂചകമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. 12 ബുധനായി കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതിന്റെ കാലം ഏതാണെന്ന് ഞാൻ ഗണിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്ത് സംസ്കൃത ഫീൽഡിലേക്ക് കയറി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഒരു കോളേജ് പ്രൊഫസറായിട്ട് ഇരിക്കുകയാണ്. കാരണം എനിക്ക് എന്നെ സഹായിച്ചത് എന്റെ ജാതകത്തിലെ ഈ ഒരു വിവരമാണ്. മനസ്സിലായില്ലേ? അതിനെ ഞാൻ ഭാവാത്മകമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി പാസ്സായി ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ആ നിലയിൽ പോയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാൻ ഇത് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ പലർക്കും ചെയ്യാൻ നമുക്കും സാധിക്കും. ഇന്ന് ഇപ്പോ ഇവിടെ പലരും പറഞ്ഞു ആളുകൾ കൂടി വരുന്നേ ഉള്ളൂ ഈ വിശ്വാസത്തിൽ. അപ്പൊ അതേക്കുറിച്ച് ഇന്നത്തെ ഒരു ജീവിത അവസ്ഥയിൽ ഇത് നിർബന്ധമാണ് മനുഷ്യർക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അഭിപ്രായം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ മാനസികാരോഗ്യം കൂടുവാൻ വേണ്ടിയുള്ള പരസ്പര സപ്പോർട്ട് സിസ്റ്റം വളർത്തുകയും ഇത്തരത്തിലുള്ള അശാസ്ത്രീയതയെ തുറന്നു കാണിക്കാനുള്ള അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് വളരെ അനിവാര്യമാണെന്നാണ് എന്റെ ധാരണ. ഓക്കെ, ചിത്രയെ സംബന്ധിച്ച് ചിത്ര നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പറയുന്ന ഈ ജ്യോതിഷവും ആ ജ്യോതിഷവും ഇത് രണ്ടും കൂടി വിശ്വസിക്കുന്നുണ്ടോ, അതോ ഫെങ്ഷുയി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണോ? ഞാൻ തറവായിട്ട് പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ തറവായിട്ട് പഠിച്ചു എന്ന്
ഉള്ള വിശ്വാസമുള്ള ഒരു സബ്ജക്റ്റാണ് ഫെങ്ഷുയി. അത് ഇപ്പൊ അദ്ദേഹം നേരത്തെ പറയാണ്ടായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം പാടുള്ളൂ. എന്നാൽ നമ്മുടെ ഒരു ശാസ്ത്രം എല്ലാവർക്കും ഒരു കോമൺ റൂൾ ഉണ്ട്. ഇപ്പോൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്, ജനറൽ റൂൾസ് ആണ്. ഫെങ്ഷുയി എന്ന് വെച്ചാൽ എല്ലാത്തിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഒരാളുടെ ജനിച്ച ഡേറ്റ് വെച്ചിട്ട് ഓരോരുത്തർക്കും 4 ഗുഡ് ഡയറക്ഷൻസും 4 ബാഡ് ഡയറക്ഷൻസും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് അയാളുടെ വെൽത്തിന്റെ ഡയറക്ഷൻ ആണ്, ഒന്ന് ഹെൽത്തിന്റെ ഡയറക്ഷൻ ആണ്. ഇപ്പൊ അദ്ദേഹം നേരത്തെ ഡയറക്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റേ കോണ്ടിനെന്റിലേക്ക് എങ്ങനെയാണ് ഫ്ലൈ ചെയ്യണം? വേറെ ആപേക്ഷികം. വെരി ഗുഡ്. ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ ആദ്യം തന്നെ ജനിച്ച് ഒരു ഫ്യൂ മന്ത്സ് ആയ കുട്ടിയെ നമ്മൾ നേരെ കിഴക്ക് തലവെച്ച് കിടത്തി. കുറച്ച് കഴിയുമ്പോൾ കുട്ടി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ? അവസാനം കുറച്ച് കിടക്കുന്നത് ആ കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ട് അല്ല, എനർജറ്റിക് മാഗ്നറ്റിക് എനർജി ഫീൽഡിന് ആ കുട്ടി ബയോമാഗ്നറ്റിക് എനർജി ഫീൽഡും എർത്തിന്റെ മൊത്തത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡും കൂടെ അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ കുട്ടി കിടക്കുന്നത്. അത് നമ്മൾ ഇതനുസരിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേഴ്സണൽ ഗുഡ് ഡയറക്ഷൻസിൽ ഒരു ഡയറക്ഷനിലേക്ക് ആ കുട്ടി കിടക്കാം. നമ്മൾ വീണ്ടും അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് കിഴക്കോട്ട് കിടത്തി വീണ്ടും ആ കുട്ടി റൊട്ടേറ്റ് ചെയ്യും. അവസാനം നമ്മൾ മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നമ്മളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു വളരെ കോമിക് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പോ ഡോഗ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ആക്സിസിൽ നിന്നുകൊണ്ടാണ്. ഹൗ ഡു ദേ നോ ഇറ്റ് ഇഫ് ദേർ ഇസ് നോ ആക്സിസ്? പക്ഷെ അവരങ്ങനെ ഒരേ പൊസിഷനിലല്ല. നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം പേരുടെയും മനസ്സിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മനസ്സ് വികസിച്ചിട്ടില്ലാത്ത ഒരു തലത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ ഖണ്ഡിക്കും. എന്നാൽ അത് നമ്മുടെ ഒരു കോമൺ ലോജിക്കാണ്. ആന്ത്രോപോളജി പഠിക്കണം. മനുഷ്യനുണ്ടായിട്ട് 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ആഫ്രിക്കയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് 50,000 വർഷമായുള്ളൂ. ഭാഷ കണ്ടെത്തിയിട്ട് 10,000 വർഷമേ, കൃഷി കണ്ടെത്തിയിട്ട് 10,000 വർഷമായിട്ടുള്ളൂ. നമ്മൾ ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ്, പിറക്കി തിന്നികളായിരുന്നു. ആ സമയത്ത് വിദ്യാഭ്യാസത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്തു? എവിടെ പോയിരുന്നു ഈ ഗ്രഹങ്ങൾ? മനുഷ്യൻ ഇന്ന് ആധുനികമായ രീതിയിൽ വികസിച്ചപ്പോൾ ഈ ചൂഷണ സമ്പ്രദായങ്ങൾ വന്നു എന്നതൊഴിച്ചാൽ മനുഷ്യ ആന്ത്രോപോളജി നോക്കുമ്പോൾ ഇവയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. മാത്രമല്ല ഇവയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടേക്ക് അടിസ്ഥാനം എന്ന അശാസ്ത്രീയമായ ധാരണകളാണ്. ഓക്കെ ബാബു സാർ, ശാസ്ത്രത്തെയും വിശ്വസിക്കുന്നു, സൈക്കോളജിയെയും വിശ്വസിക്കുന്നു, ജ്യോതിഷത്തെയും വിശ്വസിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് മുമ്പേ സംസാരിച്ച പോലെ തന്നെ ഫെങ്ഷുയി സംസാരിച്ചല്ലേ, ഇത് ശരിക്കും നമ്മളൊരു ബേസിക് ഒരു സയൻസ് ആണ് കേരളത്തെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കടലെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൂ. നമുക്ക് കാറ്റിൻ്റെ ഗതിയെ പറ്റിയാണ് ശരിക്കും വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു യഥാർത്ഥമായിട്ട് അത് ശരിയല്ല. അവിടെ ഒരു എന്താ പറഞ്ഞത് എന്നാ സ്മൈലിംഗ് ബുദ്ധ, അതും നമ്മുടെ ജീവിതമായിട്ട് യാതൊരു മതി. ഇത് യഥാർത്ഥമായിട്ട് വാസ്തു എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു സയൻസാണ്. നമുക്ക് നല്ലൊരു സ്ഥാനത്ത് കിടക്കാൻ പറ്റുക, അത് പഴയകാലത്ത് ഫാനില്ലാത്തൊരു സ്ഥാനത്ത് നമുക്ക് യഥാർത്ഥമായിട്ട് തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞ് കാറ്റ് വരുന്നു, അങ്ങനെ നമുക്ക് കിടക്കാൻ പറ്റുന്ന സങ്കല്പത്തിൽ പറഞ്ഞുള്ളൂ. വേറെ സാധനത്തെ പറ്റി സയൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? എല്ലാം സയൻസ് ആണെന്നുള്ളതാണ്. വിശ്വാസമല്ല, സെക്കൻഡ് വിശ്വാസം. ഓരോന്നും വിശ്വസിക്കുന്നവരാ, ഇല്ലെന്ന് വിശ്വസിക്കുന്നവര്. ഞാൻ ആരുടെയും വിശ്വാസത്തിൽ ഈ പ്രബലം വിപ്ലവം ഉണ്ടാക്കണമെന്ന് ഞാനില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നല്ലതിൽ വിശ്വസിക്കുന്നുണ്ട്, നന്മ അത് നല്ല ജ്യോത്സ്യനിൽ വിശ്വസിക്കുന്നുണ്ട്, നല്ല ഡോക്ടറിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം വല്ലവരും പറഞ്ഞ് വിശ്വസിക്കുന്നതാണല്ല ഞാൻ മനസ്സിലാക്കി ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതുതന്നെ എൻ്റെ എല്ലാം ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് എനിക്ക് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല. അവർ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കണമെന്നില്ല. വേറെ ആൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്ക് വിശ്വാസമുള്ളത് ഞാൻ വിശ്വസിക്കും. അത് ഇനി മരണം വരെ അങ്ങനെ പോകുകയും ചെയ്യും. ഇതൊരു നമ്പിക്കை மட்டும்தான். தன்னம்பிக்கை சொன்னது தன்னம்பிக்கை. மற்றவர் சொல்வதை விட நாமளே யோசனை பண்ணி பார்க்கலாமே. நம்ம மனசுக்குள்ள அவங்க புத்திக்கு അനുസരിച്ച് പോയിക്കിടണം. ഓക്കെ സാർ പറയും. വിശ്വാസമാണ് ജ്യോതിഷം. വിശ്വാസമാണ്, ശാസ്ത്രമല്ല. ശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ, അതിനെ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആചാരം ഞാൻ പറഞ്ഞില്ലേ മാഡം, ആചാര അനുഷ്ഠാനങ്ങൾ. ഇപ്പൊ തെയ്യം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്, അത് ആചാരം ഇത് വരില്ല, അനുഷ്ഠാനമായിട്ട് വരില്ല. തെയ്യം ആവണമെങ്കിൽ അനുഷ്ഠാന കലയായിരിക്കണം. അതിന്റെ എല്ലാം നേരത്തെ പറഞ്ഞില്ല. ഇതുപോലെ ഈ ജ്യോതിഷം അതിന് വേണം. ഫസ്റ്റ് അല്ല ചെയ്യാം, ജ്യോതിഷം അറിഞ്ഞിട്ടാണ് ഇത് ആരെ വേണം എങ്ങനെ ചെയ്യണം തീരുമാനിക്കുന്നത്. അയാളെ പറ്റുമോ, ഇദ്ദേഹത്തിന് അതിന് സൂട്ടാണോ എന്ന് ഇത് ജ്യോതിഷ ഫസ്റ്റ് അല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാരെ തന്നെ വിളിച്ചത് ചെയ്യിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അത് അവിടെ
ആ കർമ്മം ഉള്ളിൽ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ആണല്ലോ ഇത് സാധാരണ കൊണ്ടാടാറുള്ളത്. അപ്പോൾ അവിടെ താന്ത്രിക കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യണം. ഞങ്ങൾ ഈ വ്രതാനുഷ്ഠങ്ങൾ ഈ അടയാളം വാങ്ങിക്കുക എന്ന് പറയും. അപ്പം അടയാളം വാങ്ങിച്ച ശേഷം ഞങ്ങളെ ശരീരവും മനസ്സും ഇതിലേക്കായിട്ട് ഇങ്ങനെ മാറ്റിവെക്കും. എല്ലാം ആ ഒരു അനുഷ്ഠാനത്തോട് കൂടിയിട്ട് ഇതിന് അപ്പം ആ തെയ്യം അതിൻ്റെ അടയാളം വാങ്ങിച്ചത് മുതൽ ഇയാൾ അതിലേക്ക് മാറി എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഈ കർമ്മങ്ങളും ഞങ്ങളുടെതും വാദ്യവും ജനങ്ങൾ എല്ലാം കണക്റ്റ് ആകുമ്പോ അത് അനുഷ്ഠാന കലയായ ദൈവമാകുന്നുള്ളൂ. ഇപ്പൊ സ്റ്റേജിൽ തെയ്യം കെട്ടിച്ചിട്ടുണ്ട്. കമലഹാസൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെന്നൈ കമലഹാസൻ ഉത്തമ വില്ലൻ. അത് അനുഷ്ഠാന കലയാവില്ല, അതൊരു കലാരൂപം ചെയ്തു കൊടുത്തതേ ഉള്ളൂ. അത് ഈ തെയ്യമായിട്ട് കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിൽ ചെയ്യുന്ന അനുഷ്ഠാന കല എന്ന് പറഞ്ഞാൽ എല്ലാം. ആ സിനിമയിൽ കമലഹാസനുമായിട്ട് പ്രവർത്തിച്ചു 1 മാസത്തോളം ഉണ്ടായിരുന്നു. ഇത് വിശ്വാസമാണ്. 4 നൂറ്റാണ്ടായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ ഇത് വിശ്വാസമോ അവിശ്വാസമോ എന്നുള്ള പ്രശ്നമേ ഇല്ല. ഇതൊരു ശാസ്ത്രം തന്നെയാണ്, സത്യമാണ്. ഞാൻ ഒരു നിരീക്ഷണ ബുദ്ധിയോടെയാണ് ഞാൻ ഇതേവരെ ഞാൻ നോക്കിയിട്ടുള്ള എല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശാസ്ത്രം എപ്പോഴെങ്കിലും ഒരു വളരെ ചെറിയൊരു ശതമാനം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതിലുള്ള പിഴവാണ്. അല്ലാതെ ഇതൊരിക്കലും എനിക്കതിനെപ്പറ്റി ഒരു തെറ്റായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ടോ മറ്റോ തോന്നുന്നില്ല. പിന്നെ ഇത് കർമ്മ സിദ്ധാന്തമാണ്. ആരെങ്കിലും ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജ്യോതിഷത്തെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസമാണ്. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവർ ഇതിലോട്ട് വരികയും അനുഭവസ്ഥർ അത് ശരിയാണെന്ന് പറയുകയും ചെയ്ത് അത് കേട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ജ്യോതിഷം സെക്കൻഡറിയാണ്. പെൻഷനുണ്ട്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയറായി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഞാൻ റിട്ടയർ ആയതിനു ശേഷം എൻ്റെ ടൈം പാസ് ആഫ്റ്റർ 60 ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണിത്. ഒരിക്കലും ഇതൊരു ബിസിനസ് അല്ല. തരുന്നത് അവർ ദക്ഷിണ എന്ന് പറഞ്ഞ് വെക്കുന്നതല്ലാതെ ഇതുവരെ ഡിമാൻഡ് ചെയ്തിട്ടില്ല. അവർ തന്നില്ലെങ്കിൽ ഒരു പരാതിയുമില്ല. ദക്ഷിണ വെക്കാതെ ജ്യോതിഷം പറയാൻ പാടില്ല എന്നുണ്ടോ? ഒരു ശാസ്ത്രം അങ്ങനെയുണ്ട്. കാരണം ഏതിനും ഒരു റിവാർഡ്, 1 രൂപ, ഒരു 10 രൂപയാണെങ്കിലും വെച്ചിട്ട് പ്രശ്നം പറയുക. അങ്ങനെ സ്റ്റാച്യൂലാണ്. വേറെ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. സ്വന്തം സ്ഥലത്താണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ബുക്ക് വായിക്കുകയാണ് മെയിൻ ഹോബി. ഇത് തീർച്ചയായിട്ടും ഇത് മനുഷ്യന് ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ശാസ്ത്രമാണെന്നുള്ള കൂടുതലും ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവരെല്ലാവരും കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം ഫീഡ് ചെയ്തത്. എനിക്കത് അറിയത്തില്ല. സംബന്ധിച്ച് അത് എഴുതുകയാണ് അല്ലേ? ഞാൻ ഗണനവും പ്രഡിക്ഷനും എല്ലാം ഇത് കാരണം എനിക്ക് അറിയത്തില്ല. എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഇത്. അച്ഛൻ സെക്രട്ടേറിയറ്റിലായിരുന്നെങ്കിലും അച്ഛനാണ് ബേസിക് ഗുരു. അത് കഴിഞ്ഞ് 82 മുതൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്, കറക്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഭാഗ്യ അവിടുത്തെ മുത്തുസ്വാമി സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു 3-4 സ്ഥലത്ത് ഇതിൻ്റെ പിറകെ തന്നെ ഓടി പഠിച്ച ആളാണ്. തീർച്ചയായും ഇതൊരു വിശ്വാസം മാത്രമല്ല, ആളുകൾക്ക് ഗൈഡൻസ് ആയിട്ട് അവരെ യങ്സ്റ്റേഴ്സിനെയും എൽഡേഴ്സിനെയും എല്ലാവരെയും ഒരു ഇൻഡിക്കേഷൻ കൊടുത്ത് അവരെ നല്ല പാതയിലേക്ക് നയിക്കാൻ പറ്റിയ സയൻസ് എന്ന് ഞാൻ അനുഭവം കൊണ്ട് പഠിച്ച ആളാണ്. അതുകൊണ്ട് ഇത് എനിക്ക് വളരെ ഇഷ്ടവും. ഇതൊരു ഇരട്ടത്താപ്പാണ്. കാര്യം ഇവരുടെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ, ശാസ്ത്ര ക്ലാസ്സിൽ വിടുമ്പോൾ ഉരുണ്ട ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ജോഗ്രഫി ക്ലാസ്സിൽ. പക്ഷേ നേരെ മറിച്ച് ഇവർ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് ഇവരുടെ ഈ ജ്യോത്സ്യത്തിൽ പറയുന്നില്ല. ഇനി ഈ ഏറ്റുമാനൂർ ശിവകുമാർ സാറിന് അദ്ദേഹത്തെ കുറിച്ച് ഈ പണ്ട് യക്ഷികൾ സാരി കൊടുത്താൽ, വെള്ള സാരി കൊടുത്താൽ യക്ഷികൾ ഇറങ്ങുന്ന കാലം മാറി. ഇപ്പം ചുരിദാറിട്ട യക്ഷി അദ്ദേഹം എഴുതിയിട്ടുണ്ടോ? ചുരിദാർ ഇടുന്ന യക്ഷി. ശാസ്ത്രം ടെക്നോളജിയൊക്കെ മാറുന്നു. അതിനനുസരിച്ച് ജ്യോത്സ്യത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. 148ാമത്തെ സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ രാജ്യം. എല്ലാവിധ അന്ധവിശ്വാസങ്ങളും എല്ലാവിധ തട്ടിപ്പുകളും വന്ന് അടിഞ്ഞുകൂടുന്ന ഈ രാജ്യത്താണ്. നമ്മുടെ രാജ്യത്തെ മാനവശേഷി വികസനത്തിന്റെ കാര്യത്തിൽ 148ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ കാരണക്കാരാണ്. അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ ഇല്ലാത്തതാണ് പലതിൻ്റെയും പ്രശ്നം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം തന്നെ പറഞ്ഞാൽ അറിയാം, ഭൂമി ഗോളമാണ് അല്ലെങ്കിൽ ഗ്രഹമാണ് ഒന്നും നമ്മൾ അറിയില്ല എന്ന് അങ്ങനെയാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തെ പോലെ ആയിരക്കണക്കിന് ആൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. എന്താ വെച്ചാൽ ഭൂഗോളം എന്നാണ് ആരംഭകാലം മുതൽ നമ്മളെ വ്യവഹാരം തന്നെ. ഭൂചതുരശ്രം എന്ന് വ്യവഹരിച്ചിട്ടില്ല. ഭൂമി ചതുരത്തിലാണെന്ന് ഭാരത ജ്യോതിഷി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഭൂമിയുടെ കണ്ടന്റ് അടക്കം നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സംസ്കൃത ശ്ലോകത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് അടക്കം തരാം.
അത് പറയുന്നില്ല. ഭൂമിയുടെ ആകർഷണ ശക്തിയെ കുറിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. 9 ഗ്രഹങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതും തെറ്റാണ്. ജ്യോതിഷത്തില് ശ്രീസൂര്യാദി സർവഗ്രഹേഭ്യോ നമ ആദിത്യാദി നവഗ്രഹേഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യോതിഷി നിത്യവും നമസ്കരിക്കുമ്പോൾ 9 ഗ്രഹങ്ങളല്ല. ഇനി ഈ 9 ഗ്രഹങ്ങളെ തന്നെ നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് സ്വീകരിച്ചു എന്നേ അതിനർത്ഥമുള്ളൂ. അതിലെ സൂര്യൻ ഒരു തരം, ചന്ദ്രൻ വേറൊരു തരം, അത് കഴിഞ്ഞ 5 താരാഗ്രഹങ്ങൾ, ഒന്ന് ആഗ്നേയ ഗ്രഹം, മറ്റേത് ജലമയ ഗ്രഹം, പിന്നെ 5 താരാഗ്രഹങ്ങൾ, പിന്നെ രാഹു കേതുക്കൾ തമോ ഗ്രഹങ്ങൾ. അത് അങ്ങനെ ഒരു ദ്രവ്യമേ ഇല്ല. ഒരു പോയിന്റാണ് ആ സാധനം. അത് ജ്യോതിഷികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആര്യഭടനെ പോലെ, പൂർവ്വ സൂര്യ സിദ്ധാന്തകാരനെ പോലെ ഛാദയതി ശശി സൂര്യം എന്ന് വളരെ വ്യക്തമായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. സൂര്യനെ ചന്ദ്രൻ മറക്കുന്നതാണ് ഗ്രഹണം. രാഹുഗ്രസ്തമോ കേതുഗ്രസ്തമോ ആയിട്ട് അത് ഉണ്ടാവും. എത്ര മണി, മിനിറ്റ്, സെക്കൻഡില് ഒരു ഗ്രഹണം സംഭവിക്കും എന്ന് ഗണിച്ചറിയാനുള്ള ഒരു ശാസ്ത്രീയമായ കെൽപ്പ് ജ്യോതിഷത്തിന് അന്നും ഇന്നും എന്നും ഉണ്ട്. പിന്നെ അതിനെ വ്യഭിചരിക്കുന്നവരും ധാരാളം കാണും. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അപ്പൊ ഇതൊരു വിശ്വാസത്തിനപ്പുറം ഒരു സത്യമാണെന്ന് തീർച്ചയായും 100% പെർഫെക്റ്റ് ശാസ്ത്രമാണ്. ഇതെല്ലാം അവരവരുടെ വിശ്വാസം തന്നെയാണ്. ഞാൻ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കാനും മറ്റൊരാൾക്ക് അവകാശമുണ്ട്. എല്ലാം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ജീവിതവും ഈ ഭൂമിയും നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്നാണ് ഈ പൊതുവെ നടന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.